ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് 10ാം ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്ററായ ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ എന്ന ചാപ്റ്ററിനെ പറ്റിയിട്ടാണ്. ഈ ഒരു ചാപ്റ്ററിൽ ആദ്യം തന്നെ നമ്മൾ പഠിക്കുന്നത് ലോകത്തെ സ്വാധീനിച്ച 5 വിപ്ലവങ്ങളെ പറ്റിയിട്ടാണ്. പ്രധാനമായിട്ടും അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം, ഫ്രഞ്ച് വിപ്ലവം, ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം, റഷ്യൻ വിപ്ലവം, ചൈനീസ് വിപ്ലവം തുടങ്ങിയ വിപ്ലവങ്ങളെ പറ്റിയിട്ടാണ് ഈ ഒരു പാഠഭാഗത്തിൽ പഠിക്കുന്നത്. കുമാരനാശാൻ്റെ ഒരു ഉത്ബോധനം എന്നുള്ള കവിതയാണിത്. സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം, പാരതന്ത്ര്യം മാനികൾക്കും മൃതിയേക്കാൾ ഭയാനകം. അതായത് സ്വാതന്ത്ര്യം എന്നത് നമ്മളെ ജീവിതത്തിൽ ഒരുപാട് സ്വാധീനം ചെലുത്തുന്ന ഒന്ന് തന്നെയാണല്ലേ. അപ്പോൾ ഈ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടായിരുന്നു ലോകത്തുള്ള അധിക വിപ്ലവങ്ങളും നടന്നിട്ടുണ്ടായിരുന്നത്. ആദ്യകാല വിപ്ലവങ്ങൾക്ക് പ്രേരകമായിരുന്ന പ്രധാന ഘടകം എന്ന് പറയുന്നത് നവോത്ഥാനമായിരുന്നു. നവോത്ഥാനം എന്ന് വെച്ചാൽ 18ാം നൂറ്റാണ്ടിലെ സാഹിത്യത്തിലും കലയിലുമുണ്ടായ ഒരു പ്രത്യേക ഉണർവിനെയാണ് നവോത്ഥാനം എന്ന് പറയുന്നത്. ഇത് യുക്തിരഹിതമായ വിശ്വാസങ്ങളെയും സമ്പ്രദായങ്ങളെയും ചോദ്യം ചെയ്യാൻ ഇങ്ങനെയുള്ള നവോത്ഥാനത്തിൻ്റെ ഫലമായി രൂപം കൊണ്ട ജ്ഞാനോദയത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ്. അതായത് സ്വാതന്ത്ര്യം, ജനാധിപത്യം, സമത്വം, ദേശീയത തുടങ്ങിയ ആശയങ്ങൾ ജ്ഞാനോദയ ചിന്തകർ പ്രചരിപ്പിച്ചിരുന്നു. അന്ന് നിലവിലുണ്ടായിരുന്ന ഏകാധിപത്യ വ്യവസ്ഥകളെ എതിർക്കാൻ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ജനങ്ങൾക്ക് ഇത് പ്രചോദനം നൽകി. ഈ എതിർപ്പുകൾ പല നാടുകളിലും ജനകീയ വിപ്ലവമായി വികസിച്ചു. അത്തരം ചില വിപ്ലവങ്ങളെയും അവയുടെ ഫലങ്ങളെയും കുറിച്ചാണ് ഈ ഒരു പാഠഭാഗത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇത്തരത്തിൽ രൂപം കൊണ്ട ഒരു വിപ്ലവമായിരുന്നു അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നത്. 16ാം നൂറ്റാണ്ടിൻ്റെ ആരംഭം മുതൽ യൂറോപ്പിൽ നിന്ന് വടക്കേ അമേരിക്കയിലേക്ക് ജനങ്ങൾ കുടിയേറാൻ തുടങ്ങി. വിഭവങ്ങൾ കൈയടക്കുക എന്നതായിരുന്നു കുടിയേറ്റത്തിൻ്റെ പ്രധാന ലക്ഷ്യം. യൂറോപ്പിൽ നിന്നും വടക്കേ അമേരിക്കയിലേക്ക് ജനങ്ങൾ കുടിയേറിയിട്ട് ഈ യൂറോപ്പിലുള്ള ആൾക്കാർ വടക്കേ അമേരിക്കയെ കോളനിയാക്കിയിട്ട് മാറ്റുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അവരെന്ത് ചെയ്തു? മാതൃരാജ്യമായ ഇംഗ്ലണ്ടിൻ്റെ സഹായത്തോടെ ഈ യൂറോപ്യന്മാരെ അമേരിക്കൻ കോളനികളിലെ പല നിയമങ്ങളും നയങ്ങളും നടപ്പിലാക്കി. മെർക്കന്റിലിസം എന്നാണ് ഇതറിയപ്പെട്ടിരുന്നത്. വാണിജ്യ നയം, കോളനികളിൽ നിന്ന് നടപ്പിലാക്കിയ വാണിജ്യ നയമാണ് മെർക്കന്റിലിസം എന്ന് അറിയപ്പെട്ടിരുന്നത്. കോളനികളിൽ നിന്നോ കോളനികളിലേക്കോ സാധനങ്ങൾ കൊണ്ടുപോകുന്നത് ഇംഗ്ലീഷ് കപ്പലിൽ മാത്രമായിരിക്കണമെന്നും കോളനികളിലെ നിയമപരമായ പ്രമാണങ്ങൾ, വർത്തമാനപത്രങ്ങൾ, ലൈസൻസുകൾ തുടങ്ങിയവയെല്ലാം ഇംഗ്ലണ്ടിൻ്റെ മുദ്ര പതിപ്പിക്കണമായിരുന്നു. അതായത് ഇവർക്ക് വടക്കേ അമേരിക്കയിലെ വാണിജ്യ സാധനങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇംഗ്ലണ്ടിൻ്റെ മുദ്ര പതിപ്പിക്കണമായിരുന്നു. അതുമാത്രവുമല്ല, കോളനികളിൽ ഉൽപ്പാദിപ്പിച്ചിരുന്ന വസ്തുക്കൾ ഇംഗ്ലണ്ടിലേക്ക് മാത്രമേ ഇവർക്ക് കയറ്റി അയക്കാൻ വേണ്ടി പറ്റുള്ളൂ. വേറെ രാജ്യങ്ങളിലേക്കൊന്നും കയറ്റി അയക്കാനുള്ള അനുവാദം ഉണ്ടായിരുന്നില്ല. മാത്രവുമല്ല, കോളനികളിലെ നിലനിർത്തിയിട്ടുള്ള ഇംഗ്ലീഷുകാരുടെ സൈന്യത്തിനാവശ്യമായ താമസ സ്ഥലവും സൗകര്യങ്ങളുമൊക്കെ ഈ കോളനിക്കാർ നൽകണം. അതായത് കോളനികളിലെ സൈന്യത്തിനുള്ള വകയും കൂടെ ഈ അമേരിക്കയിലുള്ള ആൾക്കാർ നൽകണം. അതുകൂടാതെ കോളനികളിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന തേയില, ഗ്ലാസ്, കടലാസ് എന്നിവയ്ക്കൊക്കെ ഇറക്കുമതി ചുങ്കവും നൽകണം. ഇങ്ങനെയുള്ള വാണിജ്യ നയങ്ങൾ അമേരിക്കയിൽ യൂറോപ്യന്മാർ ഇംഗ്ലണ്ടിൻ്റെ സഹായത്തോടു കൂടി നടപ്പിലാക്കുകയാണ്. ഈ നയത്തിൽ അമേരിക്കക്കാർ, വടക്കേ അമേരിക്കയിലുള്ള ആളുകൾ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ട്. അങ്ങനെ ബ്രിട്ടീഷ് ഗവൺമെൻറ് തേയിലയുടെ മേൽ ഉയർന്ന നികുതി ചുമത്തിയിരുന്നത് കൊണ്ട് തന്നെ അമേരിക്കയിൽ ശക്തമായ പ്രതിഷേധം ഉയർന്നു വന്നു. ഇവർ തേയിലയുടെ മേലിലും നികുതി എന്ത് ചെയ്തു? ഉയർത്തി. അത് 1773 ഡിസംബർ 16 രാത്രി റെഡ് ഇന്ത്യക്കാരുടെ വേഷം ധരിച്ച ബോസ്റ്റണിലെ ഒരു വിഭാഗം ജനങ്ങൾ ബോസ്റ്റൺ തുറമുഖത്ത് നങ്കൂരമിട്ട ഇംഗ്ലീഷ് കപ്പലിൽ കയറി അതിലുണ്ടായിരുന്ന 342 പെട്ടി തേയില കടലിലേക്ക് വലിച്ചെറിഞ്ഞു. ഈ പ്രതിഷേധത്തെയാണ് ബോസ്റ്റൺ ടീ പാർട്ടി എന്ന് പറയുന്നത്. അതായത് വടക്കേ അമേരിക്കയിൽ നിരവധി നയങ്ങളും നിയമങ്ങളുമൊക്കെ
യൂറോപ്യന്മാർ നടപ്പിലാക്കുകയാണ്. മാതൃരാജ്യമായ ഇംഗ്ലണ്ടിൻ്റെ സഹായത്തോടുകൂടെ യൂറോപ്യന്മാരെ ഒരുപാട് നയങ്ങൾ, വാണിജ്യ നയങ്ങളൊക്കെ അമേരിക്കയിൽ നടപ്പിലാക്കി. അതിലൊന്നായിരുന്നു മെർക്കന്റലിസ്റ്റ് നിയമങ്ങൾ. ഈ നിയമങ്ങളിലൊക്കെ വടക്കേ അമേരിക്കയിലുള്ള ആളുകൾ വളരെയേറെ കഷ്ടത അനുഭവിച്ചിരുന്നു. ഇതിന് പുറമെ ഇവരെന്തും കൂടെ ചെയ്തു, ബ്രിട്ടീഷുകാരെ തേയിലയുടെ നികുതിയും കൂടെ ഉയർത്തി. ഇതിൽ പ്രതിഷേധിച്ച് 1773 ഡിസംബർ 16 രാത്രിയിൽ റെഡ് ഇന്ത്യക്കാരുടെ വേഷം ധരിച്ച ബോസ്റ്റണിലെ ഒരു വിഭാഗം ജനങ്ങൾ ബോസ്റ്റൺ തുറമുഖത്ത് നങ്കൂരമിട്ടിരുന്നു. എന്നിട്ട് എന്ത് ചെയ്തു? ഇംഗ്ലീഷ് കപ്പലിൽ കയറി അതിലുണ്ടായിരുന്ന 342 പെട്ടി തേയില കടലിലേക്ക് വലിച്ചെറിഞ്ഞു. ഈ പ്രതിഷേധത്തെയാണ് ബോസ്റ്റൺ ടീ പാർട്ടി എന്ന് പറയുന്നത്. ഇതാണ് ബോസ്റ്റൺ ടീ പാർട്ടി എന്നറിയപ്പെട്ടത്. അപ്പോൾ ഈ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായിട്ടായിരുന്നു ഈ ബോസ്റ്റൺ ടീ പാർട്ടി നടത്തിയിരുന്നത്. ബ്രിട്ടീഷുകാരുടെ അമിത നികുതി പിരിവിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് വടക്കേ അമേരിക്കയിലുള്ള ആളുകളാണ് എന്ത് ചെയ്തത്? ഈ ബോസ്റ്റൺ ടീ പാർട്ടി എന്ന് പറയുന്ന പ്രതിഷേധം സംഘടിപ്പിച്ചത്. ഇത് കൂടാതെ നമ്മൾ ഈ ബോസ്റ്റൺ ടീ പാർട്ടിയിൽ റെഡ് ഇന്ത്യൻസ് എന്ന് പറയുന്നത് കേൾക്കുന്നില്ല. അതെന്താണെന്നറിയോ? റെഡ് ഇന്ത്യൻസ് അതായത് അമേരിക്കയ്ക്ക് കുടിയേറ്റ ചരിത്രത്തിന് ഒരു വിവരണമുണ്ട്. 1492 സ്പാനിഷ് ഗവൺമെൻറ്റിൻ്റെ നാവികനായിട്ട് വടക്കേ അമേരിക്കയിലെത്തിയ ക്രിസ്റ്റഫർ കൊളംബസ്. സ്പാനിഷ് ഗവൺമെൻറ്റിൻ്റെ നാവികനായിട്ട് 1492 വടക്കേ അമേരിക്കയിലെത്തുകയാണ് ക്രിസ്റ്റഫർ കൊളംബസ്. അദ്ദേഹം ഇന്ത്യയാണെന്ന് കരുതിയിട്ടാണ് അമേരിക്കയിലെത്തുന്നത്. ഇന്ത്യയിലെ ജനങ്ങളാണെന്ന് കരുതിയിട്ടാണ് അവരെ റെഡ് ഇന്ത്യൻസ് എന്ന് വിളിക്കുന്നത്. 17-ാം നൂറ്റാണ്ടിലെ മേഫ്ലർ എന്ന കപ്പലിൽ അമേരിക്കയിലെത്തിയ ഒരു വിഭാഗം ഇംഗ്ലീഷുകാരാണ് തീർത്ഥാടക പിതാക്കൾ എന്നറിയപ്പെടുന്നത്. ഇവരെ 17-ാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിലെ രാജാവിൻ്റെ മതപീഡനത്തെ തുടർന്നിട്ട് എന്ത് ചെയ്തതായിരുന്നു? കുടിയേറ്റം നടത്തിയതായിരുന്നു. യൂറോപ്യൻ കുടിയേറ്റം വ്യാപകമായതോടെ റെഡ് ഇന്ത്യക്കാർ ഉൾപ്രദേശങ്ങളിലേക്ക് ആട്ടിയോടിക്കപ്പെട്ടു. റെഡ് ഇന്ത്യക്കാരെന്ന് പറയുന്നത് വടക്കേ അമേരിക്കയിലുള്ള ആളുകളാണ്. അവരെ യൂറോപ്യന്മാർ റെഡ് ഇന്ത്യക്കാരെന്നായിരുന്നു വിളിച്ചിരുന്നത്. അവരുടെ ഭൂമിയും മാട്ടിൻ പറ്റങ്ങളൊക്കെ യൂറോപ്യർ കവർന്നു. യൂറോപ്യരെ പേടിച്ചത് എന്ത് ചെയ്തു? ഉൾപ്രദേശങ്ങളിലേക്ക് മാറി താമസിച്ചു. അല്ലെങ്കിൽ യൂറോപ്യർ ഇവരെ ആട്ടി ഓടിച്ചു. അതുകൊണ്ട് തന്നെ എന്നിട്ട് ഇവരുടെ ഭൂമിയും മാട്ടിൻ പറ്റങ്ങളൊക്കെ യൂറോപ്യരെ കവർന്നെടുക്കുകയും ചെയ്തു. അമേരിക്കയിൽ നടന്ന സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പ്രധാന കാരണം ഇംഗ്ലീഷുകാരുടെ ചൂഷണ നിയമമായിരുന്നു. ഇംഗ്ലീഷുകാരുടെ ചൂഷണ നിയമങ്ങൾക്കെതിരെ പോരാടാൻ ചില ചിന്തകരുടെ ആശയങ്ങൾ കോളനിക്കാർക്ക് പ്രചോദനം നൽകി. ആ ചിന്തകരെയും അവരുടെ ആശയങ്ങളുമാണ് പറയുന്നത്. ജോൺ ലോക്ക് എന്ന് പറയുന്നത് മനുഷ്യന് ചില മൗലികാവകാശങ്ങളുണ്ട്, അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെൻറ്റിനും അവകാശമില്ല എന്നാണ് ജോൺ ലോക്ക് പറയുന്നത്. ജോൺ ലോക്ക്, തോമസ് പെയിന് തുടങ്ങിയവരാണ് അക്കാലത്തെ പ്രധാനമായിട്ട് ചിന്തകന്മാരായിട്ടുള്ളത്. ജോൺ ലോക്ക് പറഞ്ഞത് മനുഷ്യന് ചില മൗലികാവകാശങ്ങളുണ്ട്, അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെൻറ്റിനും അവകാശമില്ല എന്നാണ്. തോമസ് പെയിന് പറഞ്ഞത് ഏതെങ്കിലും ഒരു വിദേശ ശക്തിക്ക്, അതായത് ഇംഗ്ലണ്ടിനെ ഈ വൻകര വടക്കേ അമേരിക്ക ദീർഘകാലം കീഴടങ്ങി കഴിയണമെന്നത് യുക്തിക്ക് നിരക്കുന്നതല്ല. അതായത് നമ്മൾ 7 വൻകരയിൽ പെട്ടതാണ് അല്ലേ വടക്കേ അമേരിക്ക എന്ന് പറയുന്നത് ഒരു വൻകര. ഈ വൻകരയെ ഏതെങ്കിലും ഒരു വിദേശ ശക്തിക്ക് കീഴടക്കാനുള്ളതല്ല എന്നതാണ് തോമസ് പെയിന് പറയുന്നത്. അങ്ങനെ വൻകര ഒന്നാകെ സമ്മേളിക്കുകയാണ്. ഇംഗ്ലണ്ട് അടിച്ചേൽപ്പിച്ച നയങ്ങൾക്കും നിയമങ്ങൾക്കുമെതിരെ പ്രതികരിക്കാനായി ജോർജിയ ഒഴികെയുള്ള കോളനികളുടെ പ്രതിനിധികൾ 1774 ഫിലാഡൽഫിയയിൽ സമ്മേളിച്ചു. ഇത് ഒന്നാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് എന്നറിയപ്പെട്ടു. അങ്ങനെ ഇംഗ്ലണ്ട് അടിച്ചേൽപ്പിച്ച നയങ്ങൾക്കും നിയമങ്ങൾക്കുമെതിരെ പ്രതികരിക്കാനായിട്ട് ജോർജിയ ഒഴികെയുള്ള
ബാക്കി എല്ലാ കോളനികളുടെയും പ്രതിനിധികൾ 1774 ഫിലാഡൽഫിയയിൽ സമ്മേളിക്കുകയാണ്. ഇതിനെയാണ് ഒന്നാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് എന്ന് പറയുന്നത്. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിലെ ഒന്നാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് എന്നാണ് ഇതറിയപ്പെടുന്നത്. തുടർന്ന് വ്യവസായങ്ങൾക്കും വ്യാപാരത്തിനും ഏർപ്പെടുത്തിയിട്ടുള്ള നിയന്ത്രണങ്ങൾ നീക്കണമെന്നും തങ്ങളുടെ അംഗീകാരമില്ലാതെ നികുതി ചുമത്തരുതെന്നും ആവശ്യപ്പെട്ട് കോളനി ജനത ഇംഗ്ലണ്ടിലെ രാജാവിന് നിവേദനം നൽകി. എന്നാൽ രാജാവ് ജനങ്ങളെ അടിച്ചമർത്താനായി സൈന്യത്തെ അയക്കുകയാണ്. ഇത് ഇംഗ്ലണ്ടും കോളനികളും തമ്മിൽ യുദ്ധത്തിന് വഴിതെളിയിച്ചു. ഈ ഒന്നാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ്സിൽ എന്തിനെ പറ്റിയിട്ടാണ് പറയുന്നത്? വ്യവസായങ്ങൾക്കും വ്യാപാരത്തിനും ഏർപ്പെടുത്തിയിട്ടുള്ള നിയന്ത്രണങ്ങൾ നീക്കണമെന്നും തങ്ങളുടെ അംഗീകാരമില്ലാതെ കോളനികളിൽ നികുതി ചുമത്തരുതെന്നും കോളനി ജനത ഇംഗ്ലണ്ടിലെ രാജാവിന് നിവേദനം നൽകുന്നു. പക്ഷേ രാജാവ് ജനങ്ങളെ അടിച്ചമർത്തുകയാണ് ഉണ്ടായത്. രാജാവ് ഇത് തിരസ്കരിച്ചു. ഇത് ഇംഗ്ലണ്ടും കോളനികളും തമ്മിലുള്ള യുദ്ധത്തിന് വഴിതെളിയിക്കുകയാണ്. 1775 ഫിലാഡൽഫിയയിൽ ചേർന്ന രണ്ടാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് ജോർജ് വാഷിങ്ടണിനെ കോണ്ടിനെൻ്റൽ സൈന്യത്തിൻ്റെ തലവനായി തിരഞ്ഞെടുക്കുന്നു. ഈ സമയം തോമസ് പെയിൻ തൻ്റെ കോമൺ സെൻസ് എന്ന ലഘുലേഖയിലൂടെ ഇംഗ്ലണ്ടിൽ നിന്നും വേർപിരിയുകയാണ് അമേരിക്കക്കാരെ സംബന്ധിച്ച് വിവേകപൂർവമായ പ്രവൃത്തിയെന്ന് പ്രഖ്യാപിക്കുന്നു. 1776 ജൂലൈ 4 അമേരിക്ക സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തുകയാണ്. തോമസ് ജെഫേഴ്സൺ, ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ എന്നിവരാണ് ഈ ഒരു സ്വാതന്ത്ര്യ പത്രിക എഴുതി തയ്യാറാക്കിയത്. അങ്ങനെ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിനോടുകൂടെ 1781 ഇംഗ്ലണ്ടും അമേരിക്കയും തമ്മിലുള്ള യുദ്ധങ്ങൾ അവസാനിക്കുകയാണ്. പിന്നീട് 13 കോളനികൾക്ക് 1783 പാരീസ് ഉടമ്പടി പ്രകാരം സ്വാതന്ത്ര്യം നൽകുകയാണ് ചെയ്തത്. ഫ്രഞ്ച് വിപ്ലവം എന്ന് പറയുന്നത് 17-18 നൂറ്റാണ്ടുകളിൽ ഫ്രാൻസിൽ നിലനിന്നിരുന്ന ഭരണത്തിനെതിരെ ജനങ്ങൾ പ്രതിഷേധിച്ചതിനെയാണ് ഫ്രഞ്ച് വിപ്ലവം എന്ന് പറയുന്നത്. ഫ്രഞ്ചിലെ ഏകാധിപത്യ ഭരണവും ധൂർത്തരായിട്ടുള്ള ഏകാധിപതികളായിട്ടുള്ള ഭരണാധികാരികളുമായിരുന്നു ഫ്രഞ്ച് വിപ്ലവത്തിലേക്ക് നയിച്ചിരുന്നത്. ഇവരുടെ ഭരണസമ്പ്രദായത്തിന് കീഴിൽ ജനങ്ങളുടെ അവസ്ഥ വളരെ ദയനീയമായിരുന്നു. ഫ്രാൻസിൽ 10-9 പേരും പട്ടിണി കൊണ്ട് മരിച്ചപ്പോൾ 10ാമത്തെ ആൾ ദഹനക്കേട് വന്നാണ് മരിച്ചിരുന്നത്. എന്ന് വെച്ചാൽ അവിടെ സാമ്പത്തികവും സാമൂഹികവുമായ ധാരാളം അസമത്വങ്ങൾ നിലനിന്നിരുന്നു. സമ്പന്നർ, ദരിദ്രർ എന്നിങ്ങനെ 2 ചേരി തിരിഞ്ഞായിരുന്നു ആളുകൾ ഉണ്ടായിരുന്നത്. ഫ്രാൻസിൽ നിലനിന്ന സാമൂഹിക സാമ്പത്തിക അസമത്വങ്ങളായിരുന്നു ഈ അവസ്ഥ സൃഷ്ടിച്ചത്. ഫ്രഞ്ച് സമൂഹത്തെ 3 തട്ടുകളായിട്ട് തിരിച്ചിരുന്നു. അവ എസ്റ്റേറ്റുകൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. 3 എസ്റ്റേറ്റുകളായി വിഭജിക്കപ്പെട്ട ഫ്രഞ്ച് സമൂഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ആദ്യത്തെ എസ്റ്റേറ്റിൽ പുരോഹിതന്മാർ, രണ്ടാമത്തെ എസ്റ്റേറ്റിൽ പ്രഭുക്കന്മാർ, കച്ചവടക്കാരും എഴുത്തുകാരും സാധാരണക്കാരും അടങ്ങുന്ന ആളുകൾ 3ാമത്തെ എസ്റ്റേറ്റിലായിരുന്നു ഉണ്ടായിരുന്നത്. സാധാരണക്കാരും കർഷകരും എഴുത്തുകാരും അഭിഭാഷകരും ഉദ്യോഗസ്ഥരും അധ്യാപകരും ബാങ്കർമാരും അടങ്ങുന്ന മധ്യവർഗവും കൈത്തൊഴിലുകാരും അടങ്ങുന്ന 3ാമത്തെ എസ്റ്റേറ്റിലുള്ള ആളുകൾ വളരെയേറെ ദുഷ്ടതകളും കഠിനതകളും യാതനകളുമൊക്കെ അനുഭവിച്ചു പോന്നിരുന്നു. ഇവർക്ക് താഴ്ന്ന സാമൂഹിക പദവിയും പ്രഭുക്കന്മാർക്കും പുരോഹിതന്മാർക്കും നികുതി നൽകാനുള്ള ആവശ്യം ഉണ്ടായിരുന്നു. ഈ അസമത്വങ്ങൾക്കെതിരെ ഉയർന്നു വന്ന ചില ചിന്തകരാണ് വോൾട്ടയർ, റൂസോ, മോണ്ടസ്ക്യൂ തുടങ്ങിയവർ. വോൾട്ടയർ പുരോഹിതന്മാരുടെ ചൂഷണത്തെ പരിഹസിക്കുകയും യുക്തിചിന്ത, സമത്വം, മനുഷ്യസ്നേഹം എന്നിവയെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. റൂസോ സ്വതന്ത്രമായി ജനിക്കുന്ന മനുഷ്യൻ എവിടെയും ചങ്ങലയിലാണ് എന്ന പ്രസ്താവനയിലൂടെ സ്വാതന്ത്ര്യത്തിൻ്റെ പ്രാധാന്യം വ്യക്തമാക്കി. മോണ്ടസ്ക്യൂ ജനാധിപത്യത്തെയും റിപ്പബ്ലിക്കിനെയും പ്രോത്സാഹിപ്പിക്കുകയും ഗവൺമെൻറ്റിനെ നിയമനിർമ്മാണം, കാര്യനിർവഹണം, നീതിന്യായം എന്നീ വിഭാഗങ്ങളായി തിരിക്കണമെന്നും വാദിച്ചു. ഫ്രാൻസിലെ ബൂർബൺ രാജാക്കന്മാരും പുരോഹിതന്മാരും പ്രഭുക്കന്മാരും നയിച്ച ആഡംബര ജീവിതത്തിനെതിരെ അങ്ങനെ 3ാം എസ്റ്റേജിലുള്ള ആളുകൾ മുന്നേറുകയാണ്.
ഫ്രാൻസിലെ ഭരണാധികാരികൾ കോളനികളിലെ സമ്പത്തും സ്വാധീനമൊക്കെ ഏറ്റെടുക്കുകയും ജനങ്ങളുടെ മേൽ പുതിയ നികുതികൾ ചുമത്തുന്നതിനുമായി 1789 ചക്രവർത്തി ലൂയി 16 ജനപ്രതിനിധി സഭ സ്റ്റേറ്റ് ജനറൽ വിളിച്ചു ചേർത്തു. ഫ്രഞ്ച് സമൂഹത്തെപ്പോലെ സ്റ്റേറ്റ് ജനറലിന് 3 എസ്റ്റേറ്റുകൾ ഉണ്ടായിരുന്നു. ഓരോ എസ്റ്റേറ്റിനും ഓരോ വോട്ട് എന്നതായിരുന്നു അവിടുത്തെ നയം എന്ന് പറയുന്നത്. അതായത് ഓരോ എസ്റ്റേറ്റിനും ഓരോ വോട്ട്, ഓരോ ആൾക്കാർക്കുമല്ല, ഓരോ എസ്റ്റേറ്റിനും ഓരോ വോട്ട്. അപ്പോൾ 3ാമത്തെ എസ്റ്റേറ്റിലുള്ള ആളുകൾക്ക് വോട്ട് ചെയ്യാൻ അംഗങ്ങൾ കൂടുതലുണ്ടായിട്ടും ഒരു വോട്ട് മാത്രമേ ഇവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു അവസ്ഥയിലായിരിക്കുമ്പോൾ ഇവരെന്ത് ചെയ്തു, 3ാം എസ്റ്റേറ്റിലുള്ള ആൾക്കാർ തങ്ങളാണ് ഫ്രാൻസിലെ ദേശീയ അസംബ്ലി എന്ന് പറഞ്ഞുകൊണ്ട് ടെന്നീസ് കോർട്ട് എന്ന് പറഞ്ഞ സ്ഥലത്ത് സമ്മേളിക്കുകയാണ്. ഇതാണ് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ എന്ന് അറിയപ്പെടുന്നത്. പിന്നീട് 1789 ജൂലൈ 14 രാജവാഴ്ചയുടെ പ്രതീകമായ ബാസ്റ്റീൻ ജയിൽ തകർക്കുന്നു. 1789 ആഗസ്റ്റ് 12 ദേശീയ അസംബ്ലി മനുഷ്യാവകാശ പ്രഖ്യാപനം പാസ്സാക്കുന്നു. 1789 ഒക്ടോബറിൽ പാരീസ് നഗരത്തിലെ ആയിരക്കണക്കിന് സ്ത്രീകൾ റൊട്ടി വേണം അല്ലെങ്കിൽ ഭക്ഷണം വേണമെന്ന മുദ്രാവാക്യവുമായി വേഴ്സായി കൊട്ടാരത്തിലേക്ക് പ്രകടനം നടത്തുന്നു. 1792 സെപ്റ്റംബറിൽ പുതുതായി രൂപീകരിക്കപ്പെട്ട ഭരണഘടന അനുസരിച്ച് തിരഞ്ഞെടുക്കപ്പെട്ട ദേശീയ കൺവെൻഷൻ ഫ്രാൻസിനെ എന്താക്കുന്നു, ഒരു റിപ്പബ്ലിക്കായിട്ട് പ്രഖ്യാപിക്കുന്നു. ഫ്രഞ്ചിൽ ഭീകരവാഴ്ച നിലനിന്നിരുന്ന ഒരു കാലഘട്ടമാണ് 1793 എന്ന് പറയുന്നത്. 1793 ജൂലൈയിൽ ഫ്രാൻസിൻ്റെ ആഭ്യന്തര കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതിനായി റോബസ്പിയറുടെ നേതൃത്വത്തിൽ ഒരു പൊതു സുരക്ഷാ കമ്മിറ്റി രൂപീകരിച്ചു. മിറാബോ, ഡാൻബർ തുടങ്ങിയവർ ഇതിലെ അംഗങ്ങളായിരുന്നു. ശത്രുക്കളെന്ന് തോന്നിയ എല്ലാവരെയും അവർ ഗില്ലറ്റിൻ എന്ന് പറയുന്ന യന്ത്രം ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്തു, നിഷ്കരണം വധിച്ചു. നിരവധി പ്രഭുക്കന്മാരും പുരോഹിതന്മാരും ഇതിന് ഇരയായി. ലൂയി 16 അതായത് ഫ്രഞ്ച് വിപ്ലവം നടക്കുമ്പോൾ ഉണ്ടായിരുന്ന ചക്രവർത്തിയായിരുന്നല്ലോ ലൂയി 16. അദ്ദേഹത്തിനെയും അദ്ദേഹത്തിൻ്റെ ഭാര്യ മേരി ആൻറ്റോയിനറ്റും എന്ത് ചെയ്തു, ഈ ഗില്ലറ്റിന് ഇരയായവരിൽ ഉൾപ്പെട്ടു. അവസാനം റോബസ്പിയറും ഗില്ലറ്റിന് ഇരയായി. 1794 ജൂലൈ വരെ നീണ്ടുനിന്ന ഈ ഭരണമാണ് ഭീകരവാഴ്ച എന്നറിയപ്പെട്ടത്. ഈ കാലയളവാണ് ഭീകരവാഴ്ച. പിന്നെ പറയുന്നത് ഫ്രാൻസിൽ നിന്നും മറ്റിടങ്ങളിലേക്ക് ഈ ഒരു വിപ്ലവത്തിൻ്റെ സ്വാധീനം എത്തിപ്പെട്ടു എന്നുള്ളതാണ്. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ സ്വാധീനത്തെക്കുറിച്ച് ആസ്ട്രിയൻ ഭരണാധികാരി പറഞ്ഞതാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത്. ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം പിടിക്കും. അതായത് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ഒരു സ്വാധീനത്തെ പറ്റിയിട്ടാണ് ആ ഒരു വാക്കുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഫ്രഞ്ച് വിപ്ലവം ഇന്ത്യയും അതിൽ പറയുന്ന ടിപ്പു സുൽത്താൻ, അന്നത്തെ ഭരണാധികാരിയായിരുന്ന ടിപ്പു സുൽത്താൻ ഫ്രഞ്ച് വിപ്ലവത്തെ സ്വാധീനിച്ചുകൊണ്ട് ഫ്രഞ്ച് പൗരത്വം സ്വീകരിക്കുകയും പൗരനായ ടിപ്പു എന്ന പേര് സ്വീകരിച്ചു. പിന്നെ തൻ്റെ തലസ്ഥാനമായ ശ്രീരംഗപട്ടണത്തിലെ സ്വാതന്ത്ര്യത്തിൻ്റെ മരം നടുകയും ചെയ്തിട്ടുണ്ട്. അടുത്തതാണ് നെപ്പോളിയനും ഫ്രഞ്ച് വിപ്ലവവും. ഫ്രഞ്ച് വിപ്ലവം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും പിന്നീട് സ്വേച്ഛാധിപതിയായ നെപ്പോളിയൻ ബോണപ്പാർട്ടായിരുന്നു ഫ്രഞ്ചിൽ ഭരണം നടത്തിയിരുന്നത്. ഖ്യാതിപതിയായിരുന്നെങ്കിൽ പോലും നെപ്പോളിയൻ ഒരുപാട് ഭരണപരിഷ്കാരങ്ങൾ കൊണ്ടുവന്നിരുന്നു. കർഷകരെ കൃഷിഭൂമിയുടെ ഉടമകളാക്കുകയും സിങ്കിങ് ഫണ്ട്, പൊതുകടം ഇല്ലാതാക്കാൻ വേണ്ടി സിങ്കിങ് ഫണ്ട് രൂപീകരിക്കുകയും ഗതാഗത പുരോഗതിക്കായി റോഡുകൾ നിർമ്മിക്കുകയും നെപ്പോളിയൻ ചെയ്തിരുന്നു. പുരോഹിതന്മാരുടെ രാജ്യത്തിൻ്റെ നിയന്ത്രണം ഏർപ്പെടുത്തുകയും സാമ്പത്തിക പ്രവർത്തനങ്ങൾക്കായി ബാങ്ക് ഓഫ് ഫ്രാൻസ് സ്ഥാപിക്കുകയും നിലവിലുള്ള നിയമങ്ങൾ ക്രോഡീകരിച്ച് ഒരു പുതിയ നിയമസംഹിത ഉണ്ടാക്കുകയും നെപ്പോളിയൻ ചെയ്തിരുന്നു. നെപ്പോളിയൻ്റെ കാലഘട്ടത്തിൽ ദേശീയത വളർന്നു. പക്ഷേ എങ്കിലും യൂറോപ്യൻ രാജ്യങ്ങൾക്ക് നെപ്പോളിയൻ ബോണപ്പാർട്ടിനേക്കാളും ഈ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ആശയങ്ങളെയായിരുന്നു പേടിയുണ്ടായിരുന്നത്. അവരതിനെയായിരുന്നു ഭയപ്പെട്ടിരുന്നത്. 1815 നടന്ന വാട്ടർലൂ യുദ്ധത്തിൽ നെപ്പോളിയന് അധികാരം നഷ്ടമാവുകയാണ് ഉണ്ടായത്. ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം. അടുത്തത് ലാറ്റിൻ അമേരിക്കൻ വിപ്ലവത്തിനെ പറ്റിയിട്ടാണ് പറയുന്നത്.
ലാറ്റിൻ അമേരിക്ക, അതായത് തെക്കേ അമേരിക്കയിലെ ആളുകളെ കോളനിവൽക്കരിക്കുകയാണ് ഉണ്ടായിരുന്നത്. സ്പെയിനുകാരും പോർച്ചുഗീസുകാരും ഗ്രീസുകാരുമാണ് ലാറ്റിൻ അമേരിക്കയെ കോളനികളാക്കിയത്. കോളനി ഭരണം ജനജീവിതത്തെ ദുഷ്കരമാക്കിയിരുന്നു. സ്പെയിനുകാരും പോർച്ചുഗീസുകാരും തങ്ങളുടെ മതം, ആചാരം, ഭാഷ എന്നിവ ലാറ്റിൻ അമേരിക്കയിൽ പ്രചരിപ്പിക്കുകയും സ്പാനിഷ് ശൈലിയിൽ വീടുകളും ദേവാലയങ്ങളും നിർമ്മിക്കുകയും വിദ്യാലയങ്ങൾ സ്ഥാപിക്കുകയും ചെയ്തു. സ്പാനിഷ് കൃഷിരീതികളും കാർഷിക വിളകളും കോളനികളിൽ വ്യാപകമാക്കി. യൂറോപ്പിൽ നിന്നും പലതരം രോഗങ്ങളും ലാറ്റിൻ അമേരിക്കയിലേക്ക് പടർന്നു. ഇതിനു പുറമെ എല്ലാ രംഗങ്ങളിലും വംശീയ വിവേചനവും പുലർത്തിയിരുന്നു. ലാറ്റിൻ അമേരിക്കൻ ജനതയുടെ സമ്പത്തും വിഭവങ്ങളും കൊള്ളയടിച്ചു. കോളനിക്കാരെ അടിമകളെപ്പോലെ പണിയെടുപ്പിച്ചു. ഇതിനെതിരെ ജോസെ ഡി സി മാർട്ടിൻ, ഫ്രാൻസിസ്കോ മിരാഡോ, സൈമൺ ബോളിവർ എന്നിവരുടെ നേതൃത്വത്തിൽ നടന്ന വിപ്ലവമാണ് ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം എന്ന പേരിൽ അറിയപ്പെട്ടത്. ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ സ്വതന്ത്രമാവാൻ ഇവരുടെ നേതൃത്വത്തിലുള്ള വിപ്ലവത്തിലൂടെ കഴിഞ്ഞിട്ടുണ്ട്. റഷ്യ ഭരിച്ചിരുന്ന സാർ ചക്രവർത്തിമാരുടെ ഏകാധിപത്യത്തിനു കീഴിൽ കർഷകരും ഫാക്ടറി തൊഴിലാളികളും ദുരിതപൂർണമായ ജീവിതമായിരുന്നു നയിച്ചത്. ഈ ദുരിതപൂർണമായ ജീവിതത്തിനെതിരെ റഷ്യയിൽ നടന്ന വിപ്ലവമാണ് റഷ്യൻ വിപ്ലവം. അതായത് സർ ചക്രവർത്തിക്കെതിരെ തൊഴിലാളികളും കർഷകരും അടങ്ങുന്ന ആളുകൾ ചെയ്ത വിപ്ലവമാണ് റഷ്യൻ വിപ്ലവം. മാക്സിം ഗോർക്കി, ലിയോ ടോൾസ്റ്റോയ്, ഇവാൻ ദുർഗാനേവ്, ആന്റൺ ചെക്കോവ് തുടങ്ങിയ സാഹിത്യകാരന്മാരാണ് അവരുടെ കൃതികളിൽ തൊഴിലാളികളുടെ അരക്ഷിതാവസ്ഥയെ ചിത്രീകരിച്ചത്. കാൾ മാക്സും ഫ്രെഡറിക് ഏംഗൽസും ആവിഷ്കരിച്ച മാർക്സിസ്റ്റ് ആശയങ്ങൾ തൊഴിലാളികൾക്ക് ആവേശം പകരുന്നു. മുതലാളിമാർ നിയന്ത്രിക്കുന്ന ഉൽപ്പാദന വ്യവസ്ഥയ്ക്ക് പകരം തൊഴിലാളികളുടെ ആധിപത്യം സ്ഥാപിക്കാൻ അവർ ആഹ്വാനം ചെയ്തു. തൊഴിലാളികളുടെ ദുരിതങ്ങൾക്ക് കാരണം അല്ലെങ്കിൽ പരിഹാരം കണ്ടെത്താനായി തൊഴിലാളി സംഘടനകൾ രൂപീകരിച്ചു. മാർക്സിസ്റ്റ് ആശയങ്ങൾ അധിഷ്ഠിതമായ സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി രൂപം കൊണ്ടു. ഇത് പിന്നീട് മെൻഷെവിക്കുകൾ, ന്യൂനപക്ഷമെന്നും ബോൾഷെവിക്കുകൾ, ഭൂരിപക്ഷമെന്നും രണ്ടായി പിരിഞ്ഞു. ലെനിൻ, ട്രോട്സ്കി തുടങ്ങിയവർ ബോൾഷെവിക്കിനെ നിയന്ത്രിച്ചപ്പോൾ അലക്സാണ്ടർ കെറൻസ്കിയാണ് മെൻഷെവിക്കുകൾക്ക് നേതൃത്വം നൽകിയത്. അങ്ങനെ 1905 നടന്ന റഷ്യ-ജപ്പാൻ യുദ്ധത്തിൽ റഷ്യക്കേറ്റ പരാജയം പ്രതിസന്ധി രൂക്ഷമാക്കി. രാഷ്ട്രീയ അവകാശങ്ങളും സാമ്പത്തിക പരിഷ്കാരങ്ങളും ആവശ്യപ്പെട്ട് തൊഴിലാളികൾ പെട്രോഗോഡ് എന്ന സ്ഥലത്ത് 1905 ജനുവരി 9 പ്രകടനം നടത്തി. ഇതിനു നേരെ പട്ടാളം വെടിവെച്ചു. നൂറുകണക്കിന് തൊഴിലാളികൾ കൊല്ലപ്പെട്ട ഈ സംഭവമാണ് രക്തരൂഷിതമായ ഞായറാഴ്ച എന്ന് പറയുന്നത്. ഇവ സോവിയറ്റുകൾ എന്ന പേരിലായിരുന്നു അറിയപ്പെട്ടിരുന്നത്. തൊഴിലാളികളുടെ സംഘടനയാണ് സോവിയറ്റ് യൂണിയനുകൾ എന്നറിയപ്പെട്ടിരുന്നത്. ഈ സോവിയറ്റ് യൂണിയൻ്റെ നിരന്തരമായ സമരഫലമായിട്ട് എന്ത് സംഭവിക്കുന്നു? ഇവരെ ട്യൂമ എന്ന നിയമനിർമ്മാണ സഭ രൂപീകരിക്കാൻ ചക്രവർത്തി നിർബന്ധിതരാവുകയാണ്. അങ്ങനെ 1914 ഒന്നാം ലോക യുദ്ധം ആരംഭിച്ചതോടെ ദ്യൂമയുടെ എതിർപ്പിനെ അവഗണിച്ചുകൊണ്ട് സാർ ചക്രവർത്തികൾ പിന്നീട് നിക്കോളാസ് രണ്ടാമൻ യുദ്ധത്തിൽ പങ്കെടുക്കുന്നു. അനേകം റഷ്യൻ സൈനികർ ഇതിൽ കൊല്ലപ്പെട്ടു. 1917 ആയപ്പോഴേക്കും ഭക്ഷ്യദൗർലഭ്യം രൂക്ഷമാവുകയാണ്. മാർച്ച് 8 ആയിരക്കണക്കിന് സ്ത്രീകൾ റൊട്ടിക്ക് വേണ്ടി തെരുവ് വീഥികളിൽ പ്രകടനം നടത്തി. പെട്രോഗ്രാഡ് പട്ടണത്തിലെ തൊഴിലാളികൾ പ്രതിഷേധ പ്രകടനം നടത്തി. സൈനികർ ആദ്യം ഈ പ്രകടനങ്ങളെ നേരിട്ടെങ്കിലും പിന്നീട് തൊഴിലാളികളോടൊപ്പം ചേർന്നു. ഒന്നാം ലോക യുദ്ധത്തിൽ തങ്ങൾക്ക് അനുഭവിച്ച ദുരിതങ്ങളാണ് സൈനികരെ പ്രധാനമായും ഇതിനെ പ്രേരിപ്പിച്ചിരുന്നത്. പെട്രോഗ്രാഡ് പട്ടണ തൊഴിലാളികൾ പിടിച്ചെടുത്തു. തുടർന്ന് നിക്കോളാസ് രണ്ടാമൻ സ്ഥാനമൊഴിയുകയും റഷ്യയിൽ മെൻഷെവിക്ക് നേതാവായ കെറൻസ്കിയുടെ നേതൃത്വത്തിൽ ഭരണം തുടങ്ങുകയും ചെയ്തു. ഇതിനെയാണ് ഫെബ്രുവരി വിപ്ലവം എന്ന് പറയുന്നത്. ഫെബ്രുവരി വിപ്ലവത്തെ ലെനിൻ എതിർക്കുകയും ബോൾഷെവിക്കുകളുടെ അടിസ്ഥാനത്തിൽ ഒരു ഭരണം നടത്തുകയും ചെയ്തിരുന്നു. ഇതിനെയാണ് ഒക്ടോബർ വിപ്ലവം എന്ന് അറിയപ്പെട്ടു. 1917 ഒക്ടോബറിലാണ് ബോൾഷെവിക്കുകൾ താൽക്കാലിക ഗവൺമെൻറ്റിനെതിരെ പ്രതികരിക്കുകയും സ്ഥാനം പിടിച്ചുപറ്റുകയും ചെയ്തത്. തുടർന്ന് ഒന്നാം ലോക മഹായുദ്ധത്തിൽ നിന്നും റഷ്യ പിന്മാറി.
1924 പുതിയ ഭരണഘടന നിലവിൽ വന്നു. സോവിയറ്റ് രാഷ്ട്രങ്ങൾ കൂടിയിട്ട് സോവിയറ്റ് റിപ്പബ്ലിക്കുകൾ കൂടിച്ചേർന്നിട്ട് സോവിയറ്റ് യൂണിയൻ എന്ന് പറയുന്നത് സംഘടന രൂപീകരിക്കുകയും ചെയ്തു. ചൈനീസ് വിപ്ലവമാണ് അടുത്തത്. വിദേശാധിപത്യത്തിനെതിരെയും രാജവാഴ്ചക്കെതിരെയാണ് ചൈനീസ് വിപ്ലവം നടന്നത്. ചൈനയിലെ 2 നയങ്ങളാണ് കറുപ്പ് വ്യാപാരവും തുറന്ന വാതിൽ നയവും. ചൈനീസ് ഉൽപ്പന്നങ്ങളായ പട്ട്, തേയില തുടങ്ങിയവക്ക് കയറ്റുമതി ചെയ്തുകൊണ്ട് ചൈന നന്നായി ലാഭം കൊയ്യുന്നത് കണ്ട യൂറോപ്യന്മാർ ചൈനയിലേക്ക് വൻതോതിൽ കറുപ്പ്, അതായത് മയക്കുമരുന്ന്, ലഹരി പദാർത്ഥങ്ങളൊക്കെ ഇറക്കുമതി ചെയ്തു. ഇതിനെയാണ് കറുപ്പ് വ്യാപാരം എന്ന് പറയുന്നത്. പിന്നെയുള്ളത് തുറന്ന വ്യാപാര നയമാണ്. 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനമാകുമ്പോൾ നിരവധി യൂറോപ്യൻ രാജ്യങ്ങൾ ചൈനയിൽ നിന്ന് വ്യാപാരാനുകൂല്യങ്ങൾ കരസ്ഥമാക്കി. എന്നാൽ ഈ സമയത്ത് ചൈനയിൽ ശ്രദ്ധിക്കപ്പെടാതിരുന്നത് അമേരിക്കയ്ക്ക് ഈ ആനുകൂല്യം ലഭിച്ചില്ല. തുടർന്ന് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ജോൺ ഹേ പ്രഖ്യാപിച്ച നയമാണ് തുറന്ന വാതിൽ നയം. ഈ നയമനുസരിച്ച് ചൈനയുടെ കമ്പോളങ്ങൾ എല്ലാ രാജ്യങ്ങൾക്കും ഉപയോഗിക്കാൻ എന്നുള്ളതായിരുന്നു. ചൈന ഭരിച്ചിരുന്നത് മഞ്ചു രാജവംശമായിരുന്നു. ഈ രാജവംശം വിദേശ ഇടപെടലിനും ആധിപത്യത്തിനും അനുകൂലമായ നിലപാടായിരുന്നു സ്വീകരിച്ചിരുന്നത്. ഇതാണ് ചൈനീസ് വിപ്ലവത്തിലേക്ക് നയിച്ചിരുന്നത്. ഇതിനെതിരെ ബോക്സർ കലാപങ്ങൾ നടക്കുന്നുണ്ട്. അതിനുശേഷം 1911 സന്യാത്ത് സെന്നിൻ്റെ നേതൃത്വത്തിൽ മഞ്ചു രാജവംശത്തിനെതിരെ ചൈനയിൽ വിപ്ലവം നടന്നു. ഇത് ചൈനയിൽ രാജവാഴ്ചയ്ക്ക് അന്ത്യം കുറിച്ചു. തുടർന്ന് ദക്ഷിണ ചൈനയിൽ സന്യാത്ത് സെന്നിൻ്റെ നേതൃത്വത്തിൽ കുമിന്താങ് പാർട്ടി ഒരു റിപ്പബ്ലിക്കൻ ഭരണം സ്ഥാപിക്കുകയാണ്. സന്യാത്ത് സെൻ ദേശീയത, ജനാധിപത്യം, സോഷ്യലിസം എന്നിങ്ങനെ 3 ആശയങ്ങൾക്ക് പ്രാധാന്യം നൽകി. ദേശീയത, ജനാധിപത്യം, സോഷ്യലിസം എന്നിവയായിരുന്നു പ്രധാന ആശയങ്ങൾ എന്ന് പറയുന്നത്. അങ്ങനെ പടിഞ്ഞാറൻ രാഷ്ട്രവുമായി സമത്വം വേണമെന്നാവശ്യപ്പെട്ട സന്യാത്ത് സെൻ ചൈനയുമായി വിദേശികൾ ഒപ്പിട്ട അന്യായമായ ഉടമ്പടികൾ റദ്ദാക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ചൈനയിൽ സന്യാത്ത് സെന്നിൻ്റെ മരണത്തെ തുടർന്ന് ചിയാങ് കൈഷക്ക് അധികാരം ഏറ്റെടുക്കുകയാണ് ഉണ്ടായത്. ഈ ചിയാങ് കൈഷക്കിൻ്റെ അധികാരത്തിനെതിരെ ചൈനയിൽ പ്രതിഷേധമുയർന്നു. ഇദ്ദേഹം സ്വീകരിച്ചിരുന്ന നയങ്ങൾ ചൈനയിലെ വിദേശ വ്യാപാരത്തിന് യഥേഷ്ടം പെടാൻ അവസരമൊരുക്കുന്ന നയങ്ങളായിരുന്നു ചിയാങ് കൈഷക്ക് സ്വീകരിച്ചത്. ഇതിനെതിരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായ മാവോ സെ തുങ് ഉയർന്നു വന്നു. 1934 കമ്മ്യൂണിസ്റ്റുകൾ മാവോയുടെ നേതൃത്വത്തിൽ തെക്കൻ ചൈനയിലെ ക്യാൻസിൽ നിന്ന് ഒരു യാത്ര ആരംഭിച്ചു. എന്നിട്ട് നിരവധി പ്രദേശങ്ങൾ കൈയടക്കുകയും അത് ഭൂരഹിതരായ കർഷകർക്ക് നൽകുകയും ചെയ്തു. 1949 ഒക്ടോബർ 1 ചൈന മാവോ സെ തുങ്ങിൻ്റെ നേതൃത്വത്തിൽ ജനകീയ റിപ്പബ്ലിക്കായിട്ട് മാറി. സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ട ജനത ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടത്തിയ വിപ്ലവങ്ങളെക്കുറിച്ചാണ് നമ്മൾ പരിചയപ്പെട്ടത്. അതായത് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം, ഇംഗ്ലണ്ടിലെ കോളനി വാഴ്ച നിർത്തലാക്കി. ജോർജ് വാഷിങ്ടൺ, തോമസ് ജെഫേഴ്സൺ, തോമസ് പെയിൻ എന്നിവരായിരുന്നു പ്രധാനമായിട്ടും വിപ്ലവം നടത്തിയിരുന്നത്. ഫ്രഞ്ച് വിപ്ലവത്തിലെ ഓർമ്മിക്കാനുള്ളത് സ്വേച്ഛാധിപത്യത്തിനും ഫ്യൂഡൽ വ്യവസ്ഥിതിക്കുമെതിരെ നടന്നതാണ്. വോൾട്ടയറും റൂസോ, മോണ്ടസ്ക്യൂ എന്നിവരാണ് പ്രധാന ചിന്തകർ. ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം സ്പെയിനിൻ്റെയും പോർച്ചുഗലിൻ്റെയും ആധിപത്യത്തിനെതിരായി നടന്നതാണ്. ഫ്രാൻസിസ്കോ മൊറാഡോ, സൈമൺ ബോളിവർ തുടങ്ങിയവരാണ് പ്രധാനമായിട്ടുള്ള ആൾക്കാർ. അടുത്തത് റഷ്യൻ വിപ്ലവമാണ്. രാജവാഴ്ചയ്ക്കും ഫ്യൂഡൽ വ്യവസ്ഥിതിക്കും എതിരെ നടത്തിയ വിപ്ലവമായിരുന്നു. പ്രധാനമായിട്ടും വിപ്ലവത്തിൽ പങ്കാളികളായത് അല്ലെങ്കിൽ വിപ്ലവം നടത്തിയതിന് നേതൃത്വം നൽകിയത് ലെനിൻ, കെരൻസ്കി, അതേപോലെ തന്നെ ട്രോട്സ്കി. ചൈനീസ് വിപ്ലവം നടന്നത് മഞ്ചു രാജവംശത്തിനെതിരെയും വിദേശാധിപത്യത്തിനെതിരെയും രാജവാഴ്ചയ്ക്കെതിരെയുമായിരുന്നു. ഫ്യൂഡൽ വ്യവസ്ഥിതിക്കെതിരെയും ചൈനീസ് വിപ്ലവം നടന്നു. സന്യാത്ത് സെന്നും മാവോ സെ തുങ്ങുമാണ് പ്രധാനപ്പെട്ട നേതാക്കളും.